രാധയെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവ പ്രദേശത്ത് തന്നെയുണ്ടെന്ന് സ്ഥിരീകരിച്ചു വനംവകുപ്പ്. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കി RRT സംഘം. കാടടച്ചുള്ള തിരച്ചിൽ ഇന്നുണ്ടാകില്ല. അതേസമയം ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാരം രാവിലെ 11 മണിക്ക് നടക്കും. മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലെത്തിച്ചു. ഇപ്പോൾ വിശദാംശങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, കഴിഞ്ഞ ദിവസമാണ് രാധയെ കടുവ ആക്രമിക്കുന്നൊരു വാർത്ത വരികയുണ്ടായത്. തുടർന്ന് പ്രതിഷേധങ്ങളും മറ്റുമുണ്ടായി. കടുവ ദൗത്യം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ദൗത്യം പുരോഗമിക്കുകയാണ്. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നൊരു കാടിളക്കി ഒരു പരിശോധന ഉണ്ടാകില്ല, അതുപോലെ തന്നെ ധർമ്മ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാവില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും കാടിളക്കി ഒരു പരിശോധന ഉണ്ടായാൽ അത് ഈ നരഭോജിയായ കടുവ ആക്രമണശക്തമായി വീണ്ടും ഉൾവനത്തിലേക്ക് കയറുമെന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാകാം വനംവകുപ്പ് ഇതുപോലത്തെ ഒരു നടപടി സ്വീകരിച്ചത്. എന്തായാലും കൂടുതൽ RRT സംഘം ഒരു പ്രദേശത്ത് എത്തിയാൽ ഒരു പ്രദേശ ദൗത്യത്തിന് ഭാഗമാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളോട് സംസാരിച്ച് എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 6 മണി മുതൽ ഒരു വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം ഉണ്ടായില്ല. എന്നാലും നാട്ടുകാർ പറയുന്നതനുസരിച്ച് വൈത്തിരി ഭാഗത്ത് നിന്നും ഒരു കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ ഇന്നലെ രാത്രിയോടെ കണ്ടെന്ന സാഹചര്യത്തിൽ അവിടെ ഒരു പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ രാത്രിയോടെ വീണ്ടും ഒരു പരിശോധന ശക്തമാക്കിയെങ്കിലും കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്നാലും വനവകുപ്പിൻ്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെ ഈ രാധയെ ആക്രമിച്ച ഈ ഭാഗത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നൊരു വാർത്തയാണ് ഇപ്പോൾ വനംവകുപ്പ് പുറത്തുവിടുന്നത്. എന്തായാലും ഇന്ന് വ്യാപകമായ ഒരു തെരച്ചിൽ ഉണ്ടാകില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ പൊതുദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് UDF മാനന്തവാടി നഗരസഭ പരിധിയിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഹർത്താൽ രാവിലെ 6 മണി മുതൽ തുടങ്ങി. ഇപ്പോൾ ഹർത്താൽ ഒരു സമാന്തര അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ ഹർത്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് പിന്നാലെ SDPI ഇന്നൊരു സമീപ മേഖലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിയായ കടുവയെ പിടികൂടാനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി പ്രദേശത്ത് BNSSന്റെ 166 ആക്ട് പ്രകാരം ഒരു നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരസഭയിലെ പരിധിയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനിലാണ് ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒരു നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വീണ്ടും ഒരു വന്യജീവി ആക്രമണം തുടങ്ങിയുള്ള സാഹചര്യത്തിലായിരിക്കാം ഒരു ജനങ്ങൾക്ക് ഒരു ജാഗ്രത നിർദ്ദേശം പോലെ ഒരു നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഒരു കാടിളക്കി ഒരു തിരച്ചിൽ ഉണ്ടാകില്ല എന്നൊരു വാർത്തയാണ് വയനാടിനെ സംബന്ധിച്ചോളം ഇന്ന് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ AK ശശീന്ദ്രൻ ഈ വയനാടിനെ സംബന്ധിച്ച് കൂടുതൽ തുടരെയുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തുടർ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ നാളത്തോടെ ഒരു വനംവകുപ്പ് മന്ത്രി വയനാട്ടിലെത്തും. ചിലപ്പോൾ ഈ മരിച്ച പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയുടെ വീട് സന്ദർശിക്കാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇന്നലെ വയനാടിൻ്റെ മന്ത്രി OR കേളുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സർക്കാരിൻ്റെ പ്രതിനിധികളെല്ലാം കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുകയും കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തോടെ ഒരു കടുവയുടെ സാന്നിധ്യം കണ്ട ഈ പ്രദേശത്ത് ഒരു വ്യാപകമായി തെരച്ചിലുണ്ടാകില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ RRT സംഘവും ബത്തേരിയിൽ നിന്ന് കുങ്കി ആനകളും മറ്റു ഡോക്ടർ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള സംഘമെല്ലാം ഉടനടി എത്തുമെന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇന്നലെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 11 മണിയോടെ ബത്തേരിയിലുള്ള സംസ്കാരം ഇന്ന് രാവിലെ 11 മണിയോടെ പഞ്ചാരക്കൊല്ലി കുറിച്യ വിഭാഗം ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്നത്. എന്തായാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹർത്താലെല്ലാം ഒരു സമാന്തര അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത്. ഇനി കൂടുതലായി വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ ഏതെല്ലാം രീതിയിൽ മുന്നിട്ടിറങ്ങും, അല്ലെങ്കിൽ വിവിധ ആക്ഷൻ പ്ലാനുകളെല്ലാം ഏതെല്ലാം രീതിയിൽ പ്രഖ്യാപിക്കും എന്നുള്ള ചോദ്യമെല്ലാം ഉയരുന്നുണ്ട്. എന്തായാലും നാളത്തോടെ ഈ വയനാട്ടിൽ തന്നെ ഒരു സംയുക്ത യോഗം ചേർന്ന് വനംവകുപ്പും പോലീസും മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഒരു യോഗം ചേർന്നുണ്ട്. ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് ഈ വന്യജീവി ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്നും വയനാട്ടിലെ ജനതയെ എങ്ങനെ കരകയറ്റാം, അല്ലെങ്കിൽ ഇനിയൊരു ജീവൻ എങ്ങനെ പൊലിയാതെ സംരക്ഷിക്കാം എന്നുള്ള ഒരു ആക്ഷൻ
പ്ലാൻ നാളത്തോടെ രൂപീകരിക്കുമെന്നൊരു വാർത്തയും കൂടി വനമന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാലും കൂടുതൽ വിവരങ്ങളിലേക്ക് ഇനി വരും മണിക്കൂറിൽ കടുവയുമായി ബന്ധപ്പെട്ടുള്ള ഈ നരഭോജി കടുവയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ നരഭോജി കടുവ സമീപ മേഖലയിൽ തന്നെ ഉണ്ടെന്ന സാന്നിധ്യമാണ് ഇപ്പോൾ വനംവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഹരിത. രാജേഷ്, അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം രാധയെ ആക്രമിച്ചതിന് ശേഷം വീണ്ടും കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുവയെ വീണ്ടും കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് രാത്രിയിൽ നടന്ന തെരച്ചിലിൽ വീണ്ടും കടുവയെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതേസമയം തന്നെ ഈ കടുവയെ പിടികൂടിയാലുടൻ കൂട്ടിലടക്കാനുള്ള നടപടിയാണോ ആദ്യം ഉണ്ടാവുക, അതോ വെടിവെച്ചു കൊല്ലാനുള്ള സാഹചര്യമാണോ ഉണ്ടാവുക? ഹരിത, വനം വകുപ്പ് പുറത്തുവിട്ട വാർത്തകളനുസരിച്ച് പ്രാഥമിക ഒരു പരിഗണന കടുവയെ പിടികൂടി കൂട്ടിലയച്ച് അല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് അയക്കാനുള്ള പ്രാഥമിക പരിഗണനയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ രാത്രിയോടെ വീണ്ടും ഒരു വയനാട് വൈത്തിരി ഭാഗത്ത് നിന്ന് തന്നെ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ വനംവകുപ്പ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു സാന്നിധ്യം ഈ പ്രദേശത്തൊന്നും കണ്ടെത്തിയില്ല. എന്നാലും ഇന്നലെ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് പഞ്ചാരക്കൊല്ലി സ്വദേശിയായ രാധയെ ആക്രമിച്ച ഭാഗത്ത് ഒരു കൂടെല്ലാം സ്ഥാപിക്കുകയുണ്ടായി. ഒരു ആടിനെ ഇരയാക്കി ഒരു കൂടെല്ലാം സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ തൊട്ടു പിന്നാലെ ഒരു കടുവയുടെ സ്വഭാവം അനുസരിച്ച് വീണ്ടും വരുന്ന കടുവ ഇരയെ വീണ്ടും തേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന വനംവകുപ്പിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെയുള്ള കാത്തിരിപ്പിനൊടുവിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ വീണ്ടും ഈ കാട്ടിലേക്ക് RRT സംഘം ഒരു വ്യാപക പരിശോധന നടത്തിയ അടിസ്ഥാനത്തിൽ ഒരു സൂചന ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ പഞ്ചാരക്കൊല്ലി മേഖലയിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ്. എന്തായാലും കൂടുതൽ വരും മണിക്കൂറിൽ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി സംഘമെല്ലാം വരും മണിക്കൂറിൽ എത്തും. തുടർന്നുള്ള പരിശോധനയിൽ ഈ ദൗത്യസംഘത്തിൽ ഈ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യസംഘത്തിൽ ഈ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തുമെന്നൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിഷേധമെല്ലാം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പിനെതിരെ. ഒരു തുടരെയുള്ള ആക്രമണത്തിൽ നിലവിൽ ഇതുവരെ 9 വർഷത്തിനിടെ 8ഓളം പേരെയാണ് വന്യജീവി ആക്രമണത്തിൽ, പ്രധാനമായും കടുവയുടെ ആക്രമണത്തിൽ 8 പേരാണ് ഇതുവരെ വയനാട്ടിൽ നിന്ന് കൊല്ലപ്പെട്ടത്. 2015 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ഒരു കർഷകനെ കടുവയുടെ ആക്രമണത്തിൽ മരണത്തിന് കീഴടക്കിയിരുന്നു. അന്നെല്ലാം വലിയ പ്രതിഷേധം ഉണ്ടായെങ്കിലും ഇതിനെല്ലാം സർക്കാർ വേറെ രീതിയിൽ മറ്റൊരു രീതിയിൽ പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്നത്തോടെ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിൽ പലർക്കും ജീവിതം നഷ്ടമാകുന്ന സാഹചര്യത്തെ ഇതിനെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം തുടരെ ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും. ഇതിനെ പ്രതിരോധിക്കാൻ വയനാട് മേഖലയിൽ ഏതെല്ലാം രീതിയിലുള്ള ആക്ഷൻ പ്ലാനുകൾ രൂപീകരിക്കും എന്നുള്ള കാര്യം നാളെ നടക്കുന്ന യോഗത്തോടെ പുറത്തുവരുന്ന ശുഭപ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നു. ഹരിത. ഇന്നലെ മന്ത്രി OR കേളു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും അവിടെ സന്ദർശിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പ്രധാനമായും സ്ഥലത്തെ പ്രധാന ജനപ്രതിനിധികളെല്ലാം ഈ മരിച്ച രാധയുടെ പൊതുദർശനത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വനമന്ത്രി AK ശശീന്ദ്രൻ നാളത്തോടെ വയനാട്ടിൽ എത്തും എന്നൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എതിർപ്പുള്ളവരുമായി സംസാരിക്കും, വേണ്ട നടപടിക്രമങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിക്കാനെല്ലാം വനംവകുപ്പിനോട് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നാളത്തോടെ വനമന്ത്രി വയനാട്ടിൽ എത്തുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ധനസഹായം പ്രഖ്യാപിക്കുകയും അത് കൈമാറാനോ അല്ലെങ്കിൽ ഈ മരിച്ച രാധയുടെ കുടുംബത്തിനെ സന്ദർശിക്കാനോ തുടങ്ങിയ കാര്യങ്ങളോ അതെല്ലാം യോഗത്തിൽ ചേർന്ന് ഈ വയനാടിനെ സംബന്ധിച്ച് കൂടുതൽ അടിയന്തര നടപടി സ്വീകരിക്കുകയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നാളെ യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും നാളത്തോടെ വനമന്ത്രി AK ശശീന്ദ്രൻ വയനാട് എത്തുമെന്നൊരു കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം തന്നെ മരിച്ച രാധയുടെ പൊതുദർശനം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജനപ്രതിനിധികളെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വയനാട്ടിലുള്ള പഞ്ചാരക്കൊല്ലി കുറിച്ചി വിഭാഗം വരുന്ന ശ്മശാനത്തിലായിരിക്കും ഇന്ന് 11 മണിയോടെ ഈ രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്നാലും ജനപ്രതിനിധികളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും മറ്റു പ്രതിനിധികളെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും മരിച്ച രാധയുടെ പൊതുദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് വീണ്ടും വനവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ അമരക്കൊല്ലിക്ക് ശേഷം വയനാടിനെ സംബന്ധിച്ചോളം മറ്റൊരു ഭീതി പടർത്തുന്ന ഒരു കാര്യമാണ് ഇന്നലെ രാവിലെ 8:55 ഇന്നലെ പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റ് ഭാഗത്ത് നിന്നുണ്ടായ ഒരു ആക്രമണം ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നത്.
തൊട്ടു പിന്നാലെയായിരുന്നു ഒരു വലിയ രീതിയിൽ പ്രതിഷേധം. മന്ത്രി സ്ഥലം സന്ദർശിച്ച മന്ത്രി ഒള കേളൂറിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുന്നത്. എന്നാൽ തന്നെ ഇത് സർക്കാർ ഇതിനെല്ലാം ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കും, അല്ലെങ്കിൽ വയനാടിനെ സംബന്ധിച്ചോളം ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം എങ്ങനെ രീതിയിൽ തടയും എന്നുള്ള കാര്യങ്ങളെല്ലാം നാളത്തെ യോഗത്തിന് ശേഷം ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് ആ യോഗത്തിന് ശേഷം പുറത്തുവിടുമെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മരിച്ച പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയുടെ പൊതുദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിത. വയനാട് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവ പ്രദേശത്ത് തന്നെയുണ്ടെന്ന് സ്ഥിരീകരിച്ചു വനംവകുപ്പ്. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കി RRT സംഘമൊക്കെ അവിടെ തന്നെയുണ്ട്. കാടടച്ചുള്ള തെരച്ചിൽ ഇന്നുണ്ടാകില്ല. അതേസമയം ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാരം രാവിലെ 11 മണിക്ക് നടക്കും. ഇപ്പോൾ മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിൽ പൊതുദർശനത്തിലാണ്. അതേസമയം തന്നെ കടുവയെ പിടികൂടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഥമിക പരിഗണന വെച്ച് ആദ്യം തന്നെ കടുവയെ കൂട്ടിൽ കയറ്റാനാണ് സാധ്യത. തുടർന്നുള്ള നിഗമനങ്ങൾക്ക് ശേഷമായിരിക്കും വെടിവെക്കാനുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കുക. അതേസമയം തന്നെ UDF ഇന്ന് അവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർത്താൽ പൂർണ്ണമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളാണ് രാജേഷ് നൽകിയത്.